മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വാസിക്ക് ക്രിയാത്മകമായ 5 ഈദുകളുണ്ട്. ആ 5 ഈദുകള്, ആ 5 ഈദിന്റെ ഒരു ആത്മീയ പരിവേശമായിരിക്കണം വിശ്വാസി ആഘോഷിക്കുന്ന ഈദ് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ 5 ഈദ് ഏതാണ്? ഒന്ന്, തെറ്റ് ചെയ്യാതെ ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങ് കഴിഞ്ഞ് കടന്നു പോയി എങ്കിൽ അതവന്റെ ഈദാണ്, ക്രിയാത്മകമായ ഒരു ഈദാണത്. രണ്ടാമത്തത്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടിയെങ്കിൽ അതവന്റെ ജീവിതത്തിലുള്ള ക്രിയാത്മകമായ മറ്റൊരു ഈദാണ്. സിറാത്തിൽ കൂടി കടന്ന് നിഷ്പ്രയാസം കടന്നു പോകാനുള്ള ഒരു സൗഭാഗ്യം ഒരാൾക്ക് ലഭിച്ചാൽ അതും ഈദ് തന്നെയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു ദിനമുണ്ടല്ലോ, അത് ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്രിയാത്മകമായ ഒരു ഈദാണ്. അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കുക അത് വല്ലാത്തൊരു അവസരമാണ്. അത് വിശ്വാസിയുടെ ക്രിയാത്മകമായ ഒരു ഈദാണ്. ഈ 5 കാര്യം നേടിയെടുക്കാനുള്ള ഒരു ആത്മീയ പരിവേശമായിരിക്കണം നമ്മൾ ആഘോഷിക്കുന്ന ഈദ് എന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നഷ്ടപ്പെടുത്തിക്കളയരുത് ആ പ്രതിഫലം. ഈദുമായി ബന്ധപ്പെട്ടുള്ള യാത്ര അനുവദനീയമാണ്, വിനോദങ്ങൾ അനുവദനീയമാണ്. ടൂറുകൾ അനുവദിക്കാത്ത മതമല്ല ഇസ്ലാം. അതുപോലെ വിനോദങ്ങൾ അനുവദിക്കാത്ത മതമല്ല ഇസ്ലാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞത് പഴഞ്ചത്തരമ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇസ്ലാം വിനോദം അനുവദിക്കുന്നുണ്ട്, പക്ഷേ വലാ തുബദ്ദിർ തബ്ദീറ, പരിധി വിട്ടുപോകരുത്. നമ്മുടെ ടൂറുകളും നമ്മുടെ വിനോദങ്ങളും ഒന്നും. എന്നെ കേൾക്കുന്ന യുവാക്കളുണ്ട്, കുട്ടികളുണ്ട്, ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, പരിധി വിട്ടുപോകരുത് നമ്മുടെ ഒരു വിനോദങ്ങളും ഒരു ടൂറുകളും എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്.